everyone, welcome to Toes Academy. നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് സാമുവൽ ടൈലർ കോളറിഡ്ജിന്റെ കുബ്ല ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ്. ഇതിന്റെ സബ്ടൈറ്റിൽ വരുന്നത് എ ഡ്രീം വിഷൻ എ ഫ്രാഗ്മെന്റ് എന്നാണ്. നിങ്ങൾക്കറിയാം സാമുവൽ ടൈലർ കോളറിഡ്ജ് എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വൺ ഓഫ് ദി ഫേമസ് പോയമാണ് കുബ്ല ഖാൻ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഒരു സാധാരണ റീഡർക്ക് ഒരു സിംഗിൾ സിറ്റിംഗിൽ വായിച്ച് എത്താനോ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാനോ സാധിക്കാത്ത കുറച്ച് അധികം ഡീപ്പ് ലെവൽ ഇന്റർപ്രിട്ടേഷൻസ് ഉള്ള ഒരു പോയമാണ് കുബ്ല ഖാൻ. ആ ഡീപ്പ് ലെവൽ ഇന്റർപ്രിട്ടേഷൻസും നമുക്കൊരു നോർമൽ റീഡിംഗിൽ വായിക്കാൻ പറ്റാത്ത മറ്റൊരു കാരണം കൂടിയുണ്ട്. സാമുവൽ ടൈലർ കോളറിഡ്ജ് ഒരു ഓപ്പിയം അഡിക്റ്റ് ആണ്. നിങ്ങൾക്കറിയാം, ഓപ്പിയം എന്ന് പറഞ്ഞാൽ നമ്മൾ കറുപ്പ് എന്ന് പറയുന്ന ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ഡ്രഗ് ആണ്. അപ്പോൾ ഈ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു കോളറിഡ്ജ്. അങ്ങനെ ഒരു ദിവസം ഈ ഡ്രഗ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹം കുബ്ല ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മംഗോളിയൻ റൂളറെ കുറിച്ച് വായിക്കുകയാണ്. അതായത് ഏകദേശം 1260 മുതൽ 1294 വരെ ഒരു റൂളിംഗ് പീരീഡ് ഉണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു നമ്മുടെ കുബ്ല ഖാൻ. അപ്പൊ അദ്ദേഹം ഒരു മംഗോളിയൻ റൂളർ ആയിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചറിയാണ് ഹു ഈസ് കുബ്ല ഖാൻ, അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അങ്ങനെ വായിച്ച് ഇൻസ്പയർഡ് ആയതിനു ശേഷം ഹി ടേക്ക് സം ഓപ്പിയം ആസ് എ യൂഷ്വൽ പാർട്ട്. അങ്ങനെ ഈ ഓപ്പിയം കഴിച്ചു കഴിയുമ്പോൾ ഹി ഗോ ഫോർ എ സ്ലീപ്പ്. അത് ആ സ്വപ്നത്തില്, ആ ഉറക്കത്തില് അദ്ദേഹം ഒരു സ്വപ്നം കാണാണ്. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാ നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വപ്നങ്ങൾ കാണാറുണ്ട്. അങ്ങനെ കോളറിഡ്ജ് ഈ കുബ്ല ഖാനെ ബേസ് ചെയ്തൊരു സ്വപ്നം കാണുകയാണ്. ഉറക്കത്തിൽ നിന്നും എണീക്കുന്ന അദ്ദേഹത്തിന് ഒരു സ്വപ്നം കണ്ടുവെന്നും അത് കുബ്ല ഖാനെ കുറിച്ചാണ് എന്നും ഒക്കെ ഒരു ബോധമുണ്ട്. പക്ഷെ നമുക്കറിയാം, സ്വപ്നം നമുക്ക് കൃത്യമായി ഓർത്തെടുക്കാൻ പലപ്പോഴും പറ്റാറില്ല. നമുക്ക് എങ്ങനെയായിരിക്കും, അയ്യോ ഞാൻ കണ്ടു പക്ഷെ അത് എന്താണ് എനിക്ക് ഓർമ്മ വരുന്നില്ല, അങ്ങനെ ഒരു മിക്സ്ഡ് ഫീൽ ആയി നമുക്ക് ഉണ്ടാവുക. അങ്ങനെ കുബ്ല ഖാനെ കുറിച്ച് കോളറിഡ്ജ് കണ്ട ഈ ഒരു സ്വപ്നം കോളറിഡ്ജ് റിക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു പേപ്പറും പേനയും ഒക്കെ എടുത്ത് എഴുതുകയാണ്. അപ്പൊ അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്കറിയാം, ഒരു സ്വപ്നമാണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ വരത്തില്ല. ഈ സമയത്ത് ഒരാള് വന്ന് നമ്മുടെ കോളറിഡ്ജിനെ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇന്ററപ്ഷൻ കൂടി ആയപ്പോഴത്തേക്കും നല്ല ഗ്യാപ്പ് വരുന്നുണ്ട് ഈ ഒരു പോയത്തില്. ആ ഓർത്തെടുത്ത കാര്യങ്ങൾ പേപ്പറിലേക്ക് പോയമാക്കുന്നതിനിടയിൽ ഒരുപാട് ഗ്യാപ്സും ഒരുപാട് ഇന്ററപ്ഷൻസും വരികയാണ്. അതുകൊണ്ട് ഒരു നോൺ ലീനിയർ സ്ട്രക്ചറിലാണ് ഈ ഒരു പോയം പുരോഗമിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ ഒരു പോയം വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഞാൻ PGക്ക് പഠിക്കുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വാസ് ഡിഗ്രി ഓർ PG, it was part of our syllabus. പക്ഷെ ഒരു നോർമൽ ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ടു കോംപ്രിഹെൻഡ് ദ പോയം എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഈ ഒരു പോയം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഫസ്റ്റ് മെമ്മറി കുബ്ല ഖാനെ കുറിച്ച് കേൾക്കുമ്പോൾ എന്റെ സിലബസിൽ നിന്നും ഒഴിവാക്കിയ ഒരു പോയം എന്നൊരു ഫീലാണുള്ളത്. നിങ്ങൾ കുറെ പേരൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ നമുക്ക് എന്തായാലും കുബ്ല ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയം മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഈ ഒരു പോയം നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് മനസ്സിലാക്കാം. സോ ലെറ്റ്സ് ചെക്ക് ദ പോയം. Kubla Khan is considered to be one of the greatest poems by English romantic poet Samuel Taylor Coleridge, who said he wrote the strange and hallucinatory poem shortly after waking up from an opium-influenced dream in 1797. നമ്മൾ പറഞ്ഞു, ഒരു opium influenced dream കണ്ടതിന്റെ based ആണ് ഈ ഒരു poem വന്നതെന്ന് പറഞ്ഞു. In the first part of the poem, the speaker envisions the landscape surrounding the Mongol ruler and Chinese empire Kubla Khan's summer palace called Zaindu. Describe it as a place of beauty, pleasure and violence. നമ്മൾ ഈ ഒരു പോയത്തിന്റെ ഫസ്റ്റ് പാരഗ്രാഫ്, ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണുന്നത് മംഗോളിയൻ റൂളർ ആയിട്ടുള്ള നമ്മുടെ കുബ്ല ഖാൻ സൈൻഡൂല് പണിയുന്ന ഒരു സമ്മർ പാലസിനെ കുറിച്ചാണ്. And the speaker suggests the beauty of summer palace as well as the beauty of Zaindu place. The speaker suggests that these qualities are deeply entwined, and the final stanza announces a desire to build a pleasure palace of the speaker's own through song. ഇതിന്റെ ഒരു ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ കുബ്ല ഖാൻ പണിതിട്ടുള്ള ഈ ഒരു സൈൻഡൂല് പണിതിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് പോലെ നമ്മുടെ പോയിന്റിനും ഒരു ബിൽഡിംഗ് എയറിൽ പണിയാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ പറയുന്ന രീതിക്കാണ് ഈ ഒരു പോയം അവസാനിക്കുന്നത്. And the poem is one of Coleridge's most famous and has been interpreted in many different ways. നമുക്ക് നമ്മുടെ ലെവലിൽ ഡിഫറെന്റ് ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു പോയമാണ്. നമുക്കറിയാം, ഒരു പോയറ്റിന്റെ സക്സസ് എന്ന് പറയുന്നത് അതില് നമുക്ക് ഒരു പോയം പോലും അതിന്റെ ഓതർ എന്താ ഉദ്ദേശിച്ചത് അങ്ങനെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ബിക്കോസ് ഓരോ ആൾക്കാരുടെ ഇന്റർപ്രിട്ടേഷൻസും അവരുടെ ഒരു ഡ്രീമിങ് സെൻസും അല്ലെങ്കിൽ
കോംപ്രിഹെൻഷൻ ലെവലും ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഡിഫറെന്റ് ലെവൽ ഇന്റർപ്രിട്ടേഷൻസ് വരുമ്പോഴാണ് ഒരു പോയത്തിന് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻസ് വരുമ്പോൾ ആ പോയം ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ സക്സസ്. So overall, through it's possible to think of its speaking to creative ambitions of poetry itself as well as to its limitations. The poets സ്വന്തമായിട്ടൊരു ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ആൻഡ് അതൊരു പോയറ്റിക് ക്രിയേഷൻ ആകാം. അതുപോലെ തന്നെ ഹി ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. നമുക്കറിയാം ഈ പോയിറ്റ്സ് അല്ലെങ്കിൽ ഇതുപോലെ ആളുകൾക്കൊക്കെ റൈറ്റേഴ്സ് ബ്ലോക്ക് അല്ലെങ്കിൽ റൈറ്റേഴ്സ് ഗ്യാപ്പ് വരും. ദാറ്റ് മീൻസ് അവർക്ക് എന്തൊക്കെയോ എഴുതണമെന്നുണ്ട്, ബട്ട് ദേ ആർ നോട്ട് പോസിബിൾ ടു ഡു ദാറ്റ്. അങ്ങനെ വരുമ്പോഴാണ് ഇവർ ഈ കഞ്ചാവ് അടിക്കുക, ഡ്രഗ് അടിക്കുക ഒക്കെ ചെയ്യുന്നത്. ബിക്കോസ് അവരുടെ ഒരു ഉറങ്ങിപ്പോയിട്ടുള്ള കുറെ സെൻസസിനെ ഒന്ന് ഇവോക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു പോയറ്റിക് ക്രിയേഷനെ കുറിച്ചായിരിക്കാം കോളറിഡ്ജ് കുബ്ല ഖാൻ എന്ന് പറയുന്ന പോയറ്റിൽ പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണോ ആ ലെവൽ ഇന്റർപ്രറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ആൻസർ നോക്കാം. In Zaindu, did Kubla Khan a stately pleasure doom decree? Decree എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ എന്നാണ് അർത്ഥം. അതായത് കുബ്ല ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റൂളർ നമ്മുടെ ഒരു സ്റ്റേറ്റ്ലി പ്ലഷർ ഡൂം ഒരു വലിയ കൊട്ടാരം സൈന്ദൂല് പണിയാനായിട്ട് ബിൽഡ് ചെയ്യാണ്. ഇൻ സൈന്ദു കുബ്ല ഖാൻ ആണ് ഈ ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് ഓർഡർ കൊടുക്കുന്നത്. ഈ ഡിഗ്രി എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം ആജ്ഞ അല്ലെങ്കിൽ ഓർഡർ എന്നാണ്. Where Alf, the sacred river, ran through the caverns measureless to man down to a sunless sea. അതായത് ഈ സൈന്ദു എന്ന് പറയുന്ന പ്ലേസിൽ ഒരു സേക്രഡ് റിവർ ഒഴുകുന്നുണ്ട്, ഒരു പുണ്യ നദിയുണ്ട്. ആ നദിയുടെ പേരാണ് ആൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കറിയാം സരസ്വതി നദി എന്ന് പറയുന്നത്, സരസ്വതി നദി ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന നദിയാണ്. അതേപോലെ മനുഷ്യർക്ക് അളക്കാൻ പറ്റാത്ത മെഷർലെസ് ടു മാൻ, അത്രത്തോളം ആഴത്തിൽ ഒഴുകുന്ന ഒരു നദിയുള്ള ഒരു പ്ലേസ് ആണ് സൈന്ദു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും സൈന്ദു ഇസ് നോട്ട് എ വെരി സിമ്പിൾ പ്ലേസ്. സൈന്ദു എന്ന് പറയുന്നത് വളരെ ഡിവൈൻ ആയിട്ടുള്ള പ്രസൻസ് ഉള്ള ഒരു പ്ലേസ് ആണ്. സോ twice 5 miles, ഇത് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ലൈൻ ആണ് കേട്ടോ. അതായത് twice 5 miles, അതായത് twice 5 മൈലിന്റെ ഇരട്ടി. അപ്പൊ മൊത്തത്തിൽ എത്ര മൈൽ ഉണ്ട്? 10 miles of fertile lands. അതായത് നമ്മുടെ ഈ സൈന്ദു എന്ന് പറയുന്ന പ്ലേസിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ആൽഫ് എന്ന് പറഞ്ഞ സീക്രട്ട് നദിയുണ്ട്. പിന്നെ പറയുന്ന കാര്യം സൈന്ദു എന്ന് പറയുന്ന പ്ലേസ് ഇറ്റ്സ് ഫെർട്ടൈൽ ആണ്. അതേപോലെ ഏകദേശം 10 മൈലോളം സർക്കംഫറൻസിൽ ചുറ്റപ്പെട്ട് കിടക്കാണ്. With walls and towers were grilled rounds. എന്താണ് വലിയ വാളുകളും ടവേഴ്സുകളും ഒക്കെ ഉണ്ട്. And there are garden bright with sonorous rills. അതേപോലെ bright garden sonorous rills ഉണ്ട്. അതേപോലെ blossomed flowers bearing trees. അങ്ങനെ ancient forest ancient as hills as a sports of greenery enfolding the sunny sports of greenery. നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല പച്ചപ്പുള്ള പ്രകൃതി രമണീയമായ ഒരു പ്ലേസ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഈ twice 5 miles of fertile ground, ഇവിടെ ഈ ആക്ച്വലി ഈ പ്ലേസിൽ സൈന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേസിൽ ഒരു കൊട്ടാരം, ഒരു സമ്മർ പാലസ് കെട്ടിപ്പൊക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഈ ഒരു 5 മൈൽ അല്ലെങ്കിൽ 10 മൈൽ പ്രദേശം ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. അവിടെയുള്ള ബ്യൂട്ടി അല്ലെങ്കിൽ അവിടെ ഒരു കാട് പോലത്തെ പ്രദേശമാണ് നിങ്ങൾ ഇമാജിൻ ചെയ്യും. ആ പ്രദേശത്ത് ഒരു പുതിയ കൊട്ടാരം പണിയുമ്പോൾ ഉറപ്പായിട്ടും അവിടുത്തെ കാടും എല്ലാം വെട്ടിത്തെളിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വെട്ടിത്തെളിച്ച് കഴിയുമ്പോൾ പിന്നെ ആ പ്ലേസ് പഴയതുപോലെ ബ്യൂട്ടിഫുൾ ആക്കണമെങ്കിൽ ഓഫ് കോഴ്സ് ഹി നീഡ് ടു റിക്രിയേറ്റ് ദാറ്റ് ബ്യൂട്ടി. അങ്ങനെ അവിടെ ബ്യൂട്ടി റിക്രിയേറ്റ് ചെയ്യപ്പെടുവാണ്. ഈ പറയുന്ന ഫെർട്ടൈൽ ഗ്രൗണ്ടിനിടയിൽ വാൾസും ടവേഴ്സും ഉണ്ട്. കണ്ടോ നിങ്ങൾ? വിത്ത് വാൾസ് ആൻഡ് ടവേഴ്സ് വിത്ത് ഗ്രിൽഡ് റൗണ്ട്. ഫെർട്ടൈൽ ഗ്രൗണ്ടിനിടയിൽ ചുറ്റിപ്പണഞ്ഞ വാൾസും ടവേഴ്സും ഉണ്ട്. അതേപോലെ ഗാർഡൻസ്, നിങ്ങൾക്കറിയാം പൂന്തോട്ടം, നമ്മൾ കാണുന്ന ഒരു കാട് പോലത്തെ പ്രദേശത്ത് ഒരു പൂന്തോട്ടം ഉണ്ടാവുക. അതെന്താണ്? അവിടെ നാച്ചുറലി കുറെ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രൂൺ ചെയ്ത് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്ത് ഗാർഡൻസ് ആക്കി മാറ്റും. ആൻഡ് ഫോറസ്റ്റുകൾ, ചുറ്റും വലിയ ഫോറസ്റ്റുകൾ ഉണ്ട്. അതേപോലെ എൻഫോൾഡിങ് സണ്ണി സ്പോട്സ് ഓഫ് ഗ്രീനറി, ചുറ്റും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുകയാണ്. Okay. Oh, that deep romantic chasm which slanted down the green hill athwart a Zadarian cover. A savage place as holy and enchanted as air beneath a wanting moon was haunted by woman wailing for her demon lover.
and from this chasm with ceaseless turmoil seething, and if this earth is in fast thick pans were breathing. അതായത് നമ്മുടെ തൊട്ട് മുമ്പിലത്തെ ആ ഒരു സ്റ്റാൻസിൽ കണ്ടിരുന്നു ഇവർ ആ ഒരു പ്ലേസ് ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു പ്രദേശം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു കൊട്ടാരം ഒരു കാട് പോലത്തെ പ്രദേശത്ത് അവരൊരു ബിൽഡിംഗ് കെട്ടിപ്പൊക്കി എടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ദേ നീഡ് എ റോഡ്, അവർക്കൊരു റോഡ് വേണം. അപ്പൊ അതിനായിട്ട് ഇവരെന്ത് ചെയ്തു? സ്ലാന്റഡ് ഡൗൺ ദ ഗ്രീൻ ഹിൽ അവോർഡ് എ സെഡാറിയൻ കവർ. ഇവരെന്താ ചെയ്യുന്നത്? ചെറുതായിട്ട് ഈ ഒരു ഗ്രീൻ ഹില്ലിന്റെ സൈഡിലൂടെ സെഡാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ദേവദാരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടി, ഒരു മരമാണ്. നമുക്കറിയാം ദേവദാരു പൂക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പൊ നമുക്കിവിടെ നമ്മുടെ ഒരു സെൻസ്, അതേപോലെ നമ്മുടെ ഒരു സെൻസ് ഓർഗൻസ് എല്ലാം ഉണർത്തുകയാണ്. ഇവിടെ ആ ഒരു സ്മെൽ നമ്മൾക്കൊരു ആലോചിച്ച് വെക്കുക. നല്ല ദേവദാരു പോലത്തെ മരം ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഇടയിലൂടെ ഒരു ചെറിയ ഇടവഴി വെട്ടിയിട്ട് ഈ ഒരു കൊട്ടാരത്തിലേക്ക് വഴിയൊരുക്കുകയാണ്. And we can call it as a savage place, as holy as enchant. അതായത് നമുക്ക് ഈ ഒരു പ്ലേസ് കാണുമ്പോ നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? അതൊരു സാവേജ് പ്ലേസ് ആണ്. കാരണം എന്തോ ഒരു സംതിങ് മിസ്റ്റീരിയസ് ഫീൽ ഉണ്ട് ആ ഒരു പ്ലേസിന്. As air beneath a wanting moon was haunted. നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു എന്താ പറയാ, കുറച്ചൊരു പ്രേതത്തിന്റെ ഒരു എഫക്റ്റ് വരാണ് ഇവിടെ. അതായത് ചുറ്റും ഒരു വല്ലാത്തൊരു നമ്മൾ യക്ഷിപ്പാലയൊക്കെ പൂത്തിട്ടുള്ള ഒരു മണം പോലത്തെ ദേവദാരു പൂത്ത മണവും, അതേപോലെ നിലാവിന്റെ വെളിച്ചത്തില് ഒരു സ്ത്രീ, എ വുമൺ വെയിലിംഗ് ഫോർ ഹർ ഡിമൺ ലവർ, അവരവരുടെ ഡീമൺ ലവറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. And from this chasm with the ceaseless turmoil seething, as if earth and the first thick pants were breathing. ഒരു ദീർഘ നിശ്വാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കുറെ ഇവിടുത്തെ ഈ ഒരു സ്റ്റാൻസിൽ വി ക്യാൻ സീ ന്യൂമറസ് കൈൻഡ് ഓഫ് ഇന്റർപ്രിട്ടേഷൻസ്. അതായത് ഡീമൺ ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഗന്ധർവനെ കാത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ സെയ്റ്റനെ കാത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ കോളറേജിന്റെ തന്നെ ഒരു മെന്റൽ സ്റ്റേറ്റ് ആയിരിക്കും. കാരണം ഇവിടെ പെട്ടെന്ന് സൈന്തു എന്ന് പറയുന്ന പ്ലേസിന്റെ ബ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് പെട്ടെന്ന് ഒരു സ്ത്രീയും അവളുടെ ലവറേയും കൊണ്ടുവരുന്ന ഒരു കൺഫ്യൂഷൻ. അതായത് നമ്മൾ പറഞ്ഞില്ലേ കുറെ കാര്യങ്ങൾ മറന്നുപോയി എന്ന് പറഞ്ഞില്ലേ, ഒരു ഗ്യാപ്പ് വരുന്ന ഒരു ഫീൽ ആയിരിക്കാം. അല്ലെങ്കിൽ ഇത് പിന്നെ എലിസബത്ത് ബോവർ എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഡിമൺ ലവർ. അവരോടുള്ള അവരൊന്ന് ഓണർ ചെയ്തതായിരിക്കാം. അങ്ങനെ ഒത്തിരി ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അതായത് ഇവിടെ ഒരു നാച്ചുറൽ ബ്യൂട്ടി ഇവരെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാണ്. അത് ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. നമുക്കറിയാം നമ്മൾ എത്രത്തോളം ഒരു നാച്ചുറൽ ബ്യൂട്ടീനെ റിക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലും അത് അതിന്റെ യഥാർത്ഥ പ്യൂരിറ്റിയിൽ നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ ആ സ്ത്രീ അവളുടെ ലവറിന് വേണ്ടി വെയിൽ ചെയ്യാണ്, കരഞ്ഞ് കാത്തിരിക്കുകയാണ് അല്ലെ. അതായത് ഒരു പക്ഷേ അവരുടെ ഒരു റീയൂണിയൻ പോസിബിൾ അല്ലാത്തതുപോലെ ഇവിടെ ഈ റിക്രിയേഷൻ അത്രത്തോളം നാച്ചുറലി പോസിബിൾ അല്ല. ഇതാണ് ഈ ഒരു ലെവലിൽ പറയുന്നത്. അടുത്തത് എ മൈറ്റി ഫൗണ്ട് ആൻഡ് മൊമെന്റലി വാസ് ഫൂസ്. നമ്മള് തൊട്ട് മുമ്പിൽ നമ്മൾ കണ്ട സ്റ്റാൻസിൽ നമ്മൾ കണ്ടു ആൽഫ് നദി ഏകദേശം ശാന്തമായി ഒഴുകുകയാണ്. പക്ഷെ പെട്ടെന്ന് ഒരു മൊമെന്റലി വിത്തിൻ മൊമെന്റ്സ് ഒരു ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. എന്താണ്? അത്രയും നേരം കാമായിട്ട് പോയിക്കൊണ്ടിരുന്ന ആ നദി ഇവിടെ എങ്ങനെയായിട്ട് മാറുകയാണ്? വാസ് ഫോഴ്സ്ഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഭയങ്കര പ്രക്ഷുബ്ധമായി കലുഷിതമായിട്ട് ഒഴുകാണ്. Amid the swift half-intermissed burst, huge fragments vaulted like rebounding hail of chaffy grain beneath the thresher's pail. നമ്മൾ ആലിപ്പഴങ്ങളൊക്കെ വീഴുന്നത് പോലെ, ഹെയിൽ നമ്മൾ ആലിപ്പഴം വീഴാന്ന് അറിയില്ലേ, ആലിപ്പഴമൊക്കെ വീഴുന്നത് പോലെ ചെറിയ മണ്ണും കല്ലും ട്രീസും എല്ലാം ചിന്നി പറക്കുകയാണ് ഇതിനകത്തുണ്ട്. കാരണം അത്രത്തോളം കലുഷിതമായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം ഫോഴ്സ്ലി ആണ് ഈ നദി ഒഴുകുന്നത്. Of chaffy grain beneath thresher's trail, and mid these dancing rocks at once and ever. കല്ലുകളെല്ലാം അതിന് കിടന്ന് ആടി ഉലയാണ്. It flung up momentarily the sacred air. ഈ ഒരു sacred river, ഈ ഒരു റിവറിന്റെ അകത്ത് ഇതെല്ലാം ഫ്ലങ് ചെയ്യാണ്, ഫ്ലൈ ചെയ്ത് പോവാണ്. അങ്ങനെ ഏകദേശം 5 മൈൽ 10 മൈലാണ് ആകെയുള്ള സർക്കംഫറൻസ്. അതിനകത്ത് 5 മൈല് ഈ നദി ശാന്തമായി ഒഴുകുകയാണ്. ബാക്കി 5ലാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒഴുകുന്നത്. 5 miles meandering with mazy motion, the woods and dale the sacred river run. ഈ പറയുന്ന കാടും മേടും ഒക്കെ കടന്ന് ഈ ഒരു sacred river ഒഴുകി മുന്നോട്ട് പോവാണ്. Then reach the caverns measureless to man. അവിടെ പിന്നെ മനുഷ്യർക്ക് അളക്കാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് എത്തിച്ചേരാണ്. And sang in the
turbulence to a lifeless ocean. അതായത് ഇത്രയും ബിസി ആയിട്ട് ഇത്രത്തോളം ഫോഴ്സ്ഫുള്ളി വന്നിട്ട് ഈ നദി ചേരുന്നത് ഒരു ലൈഫ്ലെസ് ഓഷനിലേക്കാണ്. ലൈഫ്ലെസ് ഓഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകിച്ച് മൂവ്മെന്റ്സ് ഒന്നുമില്ല, പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു സ്റ്റാഗ്നന്റ് സ്റ്റേറ്റിലേക്കുള്ള ഓഷനിലേക്ക് വന്ന് ഈ നദി എത്തിച്ചേരാണ്. ഇറ്റ് ഷോസ് ദ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ബർത്ത് മുതൽ നമ്മുടെ ഡെത്ത് വരെ നോക്കുകയാണെങ്കിൽ മരണം വരെ നമ്മൾ ബിസി ആയിരിക്കും. വി ആർ ബിസി വിത്ത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് തിങ്സ് ഇൻ അവർ ലൈഫ്. പക്ഷേ നമ്മുടെ ഈ നദി പോലെ നമ്മളിങ്ങനെ കലുഷിതമായി ഓരോ കാലങ്ങളും ജീവിച്ച് അതിക്രമിച്ച് നമ്മൾ ഒഴുകി ഒഴുകി നമ്മൾ എത്തുന്ന എങ്ങോട്ടേക്കാണ്? ശാന്തമായിട്ടുള്ള ഒരു ഉറക്കത്തിലേക്കാണ്. ദാറ്റ് മീൻസ് ഡെത്ത്. അതുപോലെ തന്നെയാണ് ഈ നദിയുടെ കാര്യം. സോ ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് ടു ദ ഹ്യൂമൻ ലൈഫ്. Amidst this tumult, Kubla Khan heard from far ancestral voice professing war. ഈ ഒരു സമയത്ത് നമ്മുടെ കുബ്ല ഖാൻ ഒരു വാക്ക് കേൾക്കുകയാണ്. എന്താണ്? ഒരു തന്റെ പൂർവികരുടെ ശബ്ദം, ആൻസിസ്ട്രൽ വോയിസ് കേൾക്കുകയാണ്. പ്രൊഫസിങ് വാർ, എന്തോ ഒരു അപകടം. അതായത് ഇത്രയും നേരം ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ആ ഒരു നദി ഇത്രയും കലുഷിതമായി ഒഴുകണമെങ്കിൽ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്തോ അപകടം കാത്തിരിക്കുന്നുണ്ട്. ആ അപകടം എന്താണ്? വാറാണ്, യുദ്ധമാണ്. But oh, how beautiful was the deep, impressive gorge that cut through the green hill between the cedar trees. It was such a wild place. Cedar treeയുടെ ഇടയിലൂടെയുള്ള ഒരു ചെറിയ കട്ട്. ആ കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? Of course, it's a path to walk. A place so sacred and bewitching that you might expect it haunted by a woman crying out for her satanic lover beneath the crescent moon. നമുക്ക് ആ ഒരു place, it can be called as a sacred place. അതേസമയം എന്തോ ഒരു ഹോണ്ടിങ് എഫക്റ്റും കൂടി ഉണ്ട്. അതേപോലെ പിന്നെ പറയുന്നത് ആ ഒരു നമ്മുടെ ഒരു ആൽഫ് നദിയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്. അത് മൂവ് ചെയ്യുമ്പോൾ ഫ്ലങ് അപ്പ് ദിസ് റോക്സ്, അതുപോലെ സാൻഡ് എല്ലാം തന്നെ അത് പറത്തി കൊണ്ടുപോകുന്നു. കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് ഒഴുകുന്നത്. ദ ഹോളി റിവർ റാൻ ഫോർ 5 miles ഇൻ റേസി. ഏകദേശം 5 മൈൽ ഏറ്റവും ശാന്തമായിട്ട് ലേസി ആയിട്ട് ഈ നദി ഒഴുകി. Wind goes through woods and fields before it reached the incredibly deep caves and sang in a flurry with much litter ocean. അങ്ങനെ കലുഷിതമായി ഒഴുകി 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 എത്തുന്നത് നമ്മുടെ ഒരു ലൈഫ്ലെസ് ഓഷനിലേക്കാണ്. അങ്ങനെ ഈ ഒരു റഷിംഗ് വാട്ടറിന്റെ സൗണ്ടിന് ഇടയ്ക്ക് കുബ്ല ഖാൻ മറ്റൊരു ശബ്ദം കൂടി കേൾക്കുകയാണ്, തന്റെ ആൻസിസ്റ്റേഴ്സിന്റെ വോയിസ്. ആൻഡ് they are predicting or they are prophesying the upcoming of war. The shadow of doom of pleasure floated the midway on the waves, where was heard the mingled neigh from the fountain and the caves. It was a miracle of rare device, a sunny pleasure dome with caves of ice. അതായത് ഇവിടെ ഒരു ഹ്യൂമൻ പവർ വേഴ്സസ് നാച്ചുറൽ പവറിനെ കുറിച്ച് പറയാണ്. അതായത് ഇത്രയും കെട്ടിപ്പൊക്കിയ ഈ ഒരു സ്റ്റേറ്റ്ലി ഡൂം അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ആ ഒരു സമ്മർ പാലസിന്റെ ഷാഡോ, വി ക്യാൻ സീ ദ ഫ്ലോട്ടിംഗ് മിഡ് വേ ഓഫ് വേവ്സ്. ഈ കലുഷിതമായി ഒഴുകുന്ന ഈ ആൽഫ് നദിയുടെ വേവ്സിനിടയ്ക്ക് വി ക്യാൻ സീ ദ ഷാഡോ ഓഫ് ദ ഡൂം. പക്ഷേ അതായത് അതിങ്ങനെ ഒഴുകി പോയിക്കൊണ്ടേയിരിക്കുക. മനുഷ്യൻ നിർമ്മിക്കുന്ന ഏതൊരു കാര്യത്തിനെയും ഒഴുക്കി കൊണ്ടുപോകാൻ കൺട്രോൾ ഉള്ള അല്ലെങ്കിൽ അത്രയും കപ്പാസിറ്റി ഉള്ള ഒന്നാണ് നാച്ചുറൽ പവർ. അതേപോലെ ഇവിടെ നമുക്ക് പെട്ടെന്ന് സെൻസ് ഓഫ് സൗണ്ടിലേക്ക് പോവാണ്. നമുക്ക് സെൻസ് ഓഫ് വിഷൻ ആയിരുന്നു അല്ലെ, ഇനി നമുക്ക് സെൻസ് ഓഫ് സൗണ്ടിലേക്ക് പോവാണ്. അതായത് where we heard the mingled measure from the fountain and the caves. It was a miracle of rare device, a sunny pleasure dome with caves of ice. നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന കേവ്സ് ഓഫ് ഐസ്, ഈ സണ്ണി പ്ലഷർ ഡൂം, എന്താ സൂര്യപ്രകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന ഈ ഒരു പ്ലഷർ ഡൂമില് വി ക്യാൻ സീ ഐസ് ബ്ലോക്സ്. ഈ ഐസ് ബ്ലോക്സിന്റെ ഇടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോണ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത്ര നേരം നമ്മൾ കണ്ടത് കുറെ കാഴ്ചകളാണെങ്കിൽ ഇനി നമ്മൾ കുറെ കാര്യങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ആ സമയത്താണ് എ ഡാംസൽ എന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടിഫുൾ ലേഡി വിത്ത് എ ഡൾസിമർ, ഒരു ഡൾസിമറും കൊണ്ട് നിൽക്കുകയാണ്. വിഷൻ വൺസ് ഐ സോ, പെട്ടെന്നൊരു ഒരു വിഷനിൽ ഐ സോ എന്ന് പറഞ്ഞ ഐ എന്ന് പറഞ്ഞ ഒന്ന് കുബ്ല ഖാൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പോയറ്റ് ആയിരിക്കാം. കുറച്ചും കൂടെ ലിങ്ക് ചെയ്യാൻ വരുന്ന പോയറ്റിന്റെ പേരാണ്. പോയറ്റ് ഒരു സ്ത്രീ ഡൾസിമറോടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഡൾസിമർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. നമ്മുടെ ഒരു ഗിത്താറൊക്കെ പോലത്തെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഡൾസിമർ. ഇറ്റ് വാസ് എൻ അബ്സീനിയൻ മെയ്ഡ്, ഒരു അബ്സീനിയൻ മെയ്ഡ് ആണ് അവര്. And on her dulcimer she played. അവളുടെ കയ്യിലുള്ള ഒരു ഡൾസിമറിൽ അവളൊരു പാട്ട് പാടുവാണ്. And she was singing of Mount Abhora. മൗണ്ട് അബോറയെ കുറിച്ചാണ് അവളുടെ പാട്ട്.
Could I revive with me her symphony and song? And the poet or Kubla Khan is trying to revive the song. അവര് കേട്ട ആ പാട്ട് ഒന്നേ കേട്ടോളൂ ഒന്നേ കണ്ടോളൂ ആ പാട്ട് അവര് റിവൈവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. The shadow of Kubla Khan's pleasure dome palace was reflected by the waves, and you could hear the sound of the grey shimmer mingling with that of water rushing through the caves. നിങ്ങൾക്ക് അതിന്റെ റിഫ്ലക്ഷൻ you can see on the water. അതേപോലെ ആ water rush ചെയ്യുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും. This was truly a miraculous place. നിങ്ങൾക്ക് ഒരു truly miracle place ആണ്. കാരണം എന്താണ്, ഒരു sunny pleasure dome ല് you can see icy caves. നമുക്കറിയാം ഒരിക്കലും സംഭവിക്കില്ല അല്ലെ, ഇറ്റ്സ് നെവർ എവർ ഹാപ്പൻ. പക്ഷെ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആണ്. അത്രത്തോളം ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ് ഈ സയന്തൂല ഈ ഒരു ബിൽഡിംഗ്. To such a deep delight towards wind me that with music loud and long. എനിക്ക് അവള് ആ പാടിയ അഡ്സീനൻ മെയ്ഡ് പാടിയിട്ടുള്ള മൗണ്ട് അബോറേനെ കുറിച്ച് പാടിയ ആ പാട്ട് എനിക്ക് റിവൈവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഇപ്പോഴാണ് നമുക്കിത് ഐ എന്ന് പറഞ്ഞത് നമ്മുടെ പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഐ വുഡ് ബിൽഡ് ദാറ്റ് ഡൂം ഇൻ എയർ. അതായത് ഇവിടെ സയന്തൂല് നമ്മുടെ കുബ്ല ഖാൻ പണിത ഈ ഒരു കൊട്ടാരം എനിക്ക് അങ്ങ് ആകാശത്ത് പണിയാൻ പറ്റിയേനെ. അത്രത്തോളം എൻ്റെ കഴിവ് വാഴ്ത്തപ്പെട്ടേനെ. ദാറ്റ് സണ്ണി ഡൂം, ദോസ് കേവ്സ് ഓഫ് ഐസ്, ആ സണ്ണി ഡൂംസ് ഐസ് കേവ്സ് ഉള്ള അതെനിക്ക് പണിയാനായിട്ട് പറ്റിയേനെ. And all who heard should see them there, and all should cry, beware, beware. അതായത് ഞാൻ ഈ പണിത ഇവളുടെ പാട്ട് കേട്ടത് റിവൈവ് ചെയ്ത് റികളക്ട് ചെയ്ത് എനിക്ക് ഈ ഒരു കൊട്ടാരം ഏറി പണിയാൻ പറ്റിയിരുന്നെങ്കിൽ ഇത് കേൾക്കുന്നവരെല്ലാവരും പറഞ്ഞേനെ, beware, beware. Her splashing eyes is floating hair. Weave a circle round them thrice and close your eyes with holy dread. എന്നെ എല്ലാവരും ഒരു ഡിവൈൻ ക്രീച്ചർ ആയിട്ട് കണ്ടേനെ. For he on honey dew hath fed and drunk the milk of paradise. അതായത് അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു സോങ്, ഒരു സോങ് ആണല്ലോ അവൾ പാടുന്നത്. അത് ബിൽഡ് ചെയ്യാൻ പറ്റുമ്പോൾ ഒരു പ്രൊഫസി പോലെ ഞാനും ഒരു പുരോഹിതനെ പോലെ അല്ലെങ്കിൽ എന്നെയും ആളുകൾ ഒരു അത്ഭുതമായിട്ട് കണ്ടേനെ. അത്രത്തോളം ഒരു ഡിവൈൻ ടച്ചിലേക്ക് പോയിട്ട് ഉയർന്നേനെ എന്നാണ് പോയിട്ട് ഈ ഒരു പോയിന്റിന്റെ അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നമുക്ക് എവിടെയൊക്കെയോ കുറച്ച് കണക്ഷൻ മിസ്റ്റേക്ക് പോലെ ഫീൽ ചെയ്യും, പക്ഷെ എന്നാലും ഇത് തന്നെയാണ് ഈ ഒരു പോയിന്റിന്റെ അർത്ഥം വരുന്നത്. In a vision, I once saw an Ethiopian woman play a stringed instrument and sing about mountain in Ethiopia. അതാണ് മൗണ്ട് അബോറ എന്ന് പറയുന്നത്. If I could recreate within myself the sound of her instruments and her song, it would bring me so much joy that I would build Kubla Khan's pleasure dome in the sky above me. ആ പാട്ട് എനിക്ക് റിക്കലക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുബ്ല ഖാന്റെ ഈ കൊട്ടാരം ഞാൻ എവിടെ പണിതേനെ, ആകാശത്ത് പണിതേനെ. That sun-filled dome, those caves are full of ice, and everyone who heard the song would look up and see what I had built, and they would cry out, be careful, look at his wild eyes and crazy hair. Make a circle around him 3 times and refuse to look at him. He has eaten the food of gods and drunk the milk of heaven. ഞാൻ ഒരു ദൈവ തുല്യനായിട്ടൊരു വ്യക്തിയുടെ കണ്ടേനെ. അതായത് എനിക്ക് ചുറ്റും ആൾക്കാർ വലം വെച്ചേനെ. നമുക്കറിയാം ഹിന്ദു മിത്തോളജി പ്രകാരം ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ വലം വെക്കും 3 പ്രാവശ്യം, ത്രൈസ് ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എൻ്റെ മുഖത്തേക്ക് നോക്കാണ്ട് അവർ പറയണ്ട, ദൈവത്തിന് അനുഗ്രഹം കിട്ടിയ, ദൈവത്തിനൊപ്പം ഭക്ഷണം കഴിക്കുന്ന, പാരഡൈസിലെ മിൽക്ക് കുടിക്കുന്ന ഒരു ഡിവൈൻ ക്രീച്ചറായിട്ട് എന്നെ ആൾക്കാർ കൺസിഡർ ചെയ്തേനെ. So, questions. Which of the following is true about the poem? It's a poem by Coleridge. ശരിയാണ്. It's a fragment. In the subtitle തന്നെയാണ് A Dream, Vision in Fragment. A Vision, Dream, a Fragment. It was published in 1816. Correct. And all the above. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ഏതായിരിക്കും? All the above ആണ് correct answer. Subtitle of the poem, A Vision in a Dream. It consists of that stanza, 3 stanza. Opening line of the poem is Zayendu did Kubla Khan. Kubla Khan ordered to build a stately dome in dash Zayendu. Which of the following statements is true to Zayendu? It is a place of stately dome of Kubla Khan. Correct ആണ്. It's situated on the banks of river Alf. Correct ആണ്. Its circumference is of 10 miles. Correct ആണ്. So all these are true. Which of the following is true to Zayendu? It's situated on a fertile land. Correct ആണ്. It is compound wall, has towers and domes. Correct ആണ്. There are bright gardens with sonorous rills. Correct ആണ്.
All these are truths. ഇത് കൃത്യമായി ഈ പോയം മുഴുവൻ വായിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻസിന് മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. The older forests in Sindhu are as ancient as hills. Which of the following is true to Alf? It's a river, it's sacred, it's run through measureless time. All these are true. All these are true. In Kubla Khan, a woman wails for her dash, her demon lover. Alf running dash miles through wood and dale reaches the cavern measureless to man. ഏകദേശം 5 മൈലാണ് ആൽഫ് ഒഴുകുന്ന കാര്യം പറയുന്നത്. Kubla Khan hears the prophecy of war from his ancestors in the midst of dash, the tumult of river. In Kubla Khan, the poet narrator sees the vision of dash, an Abyssinian maid. Abyssinian maid sings the song of Mount Abhora. An Abyssinian maid has an instrument of dash, dulcimer, and the number of lines in the poem, it's 54. അപ്പോ നമുക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിയ ഈ ഒരു പോയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.